ഒരു ബന്ധമുണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. മൊത്തം ജീവിതത്തെയും തിരുത്തി എഴുതുന്നത് ഒരു ബന്ധമാണ്. ബന്ധം ആരോടുള്ള ബന്ധം? ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള ബന്ധം. അതായത് റീറൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ് വിച്ച് ദ വേൾഡ് ഹാസ് മെയ്ഡ് ഫോർ യു. ലോകം നിങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു തിരക്കഥയെ തിരുത്തി എഴുതുന്നത് ഒരു ബന്ധമാണ്. ആ ബന്ധമാണ് ദൈവബന്ധം. അത് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് he was more respectable than his brothers. അവന്റെ സഹോദരന്മാരെക്കാൾ കൂടുതൽ ബഹുമാന്യനായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അവന്റെ സഹോദരന്മാരെക്കാൾ കൂടുതൽ ബഹുമാന്യനായിരുന്നു. എന്താണ് അവന്റെ ബഹുമാന്യതയുടെ ആധാരം? എന്താണ് അവനെ കൂടുതൽ ബഹുമാന്യനാക്കി മാറ്റിയത്? പറയൂ, എന്താണ്? ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള ബന്ധം. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതായത് സാഹചര്യങ്ങൾ എന്തും ആവട്ടെ, കൺമുമ്പിൽ കാണുന്ന സാഹചര്യം എന്തും ആവട്ടെ, ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യം ആവട്ടെ, ഒരു പ്രതീക്ഷയില്ല, കരിന്തിരി കത്തുന്ന വിളക്ക്, തൊട്ടടുത്ത ചെറിയ കാറ്റിൽ പോലും അണഞ്ഞു പോകാവുന്ന വിളക്ക്, അതാണ് ചിലരുടെ ജീവിതം. വലിയൊരു നടുക്കടലിൽ അലറിയാർക്കുന്ന സാഗരത്തിരകൾക്ക് മധ്യേ ഒറ്റക്കലയുന്നൊരു തോണി, ഇതാണ് ചിലരുടെ ജീവിതം. തുറമുഖവും തീരവും കാണാത്തൊരു യാത്ര, ഇതാണ് ചിലരുടെ ജീവിതം. ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷയുടെ തിരുനാളങ്ങളെല്ലാം തല്ലിക്കെടുത്തപ്പെട്ട, കൂരിരുട്ടിൽ വെച്ച് വിളക്കണഞ്ഞു പോയ, ഒട്ടും പ്രതീക്ഷയില്ലാത്ത സാഹചര്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന മനുഷ്യൻ, ഇതാണ് യാബസ്. മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല, ചെങ്കടലാണ്. പുറകിലേക്ക് നോക്കുമ്പോൾ ഫറവോയാണ്. വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ചതുപ്പ് നിലങ്ങളാണ്. 4 വശത്തേക്കും രക്ഷപ്പെടാനാവാതെ ഒരു ചക്രവ്യൂഹത്തിന് അകത്തകപ്പെടുന്ന അവസ്ഥ. അപ്പൊ ഈ അവസ്ഥ, ഇതാണ് യാബസിൻ്റെത്. പക്ഷെ വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ്? എന്ത് വ്യത്യാസം? എന്താണ് വ്യത്യാസം? എന്താണ് ഇവന്റെ ജീവിതത്തെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനാക്കി മാറ്റിയത്? അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു.